Hello students, now we move to the corollary of the last theorem, and to see the relationship between the theorem and the corollary I have written both in the same screen. See the corollary, let C be a collection of connected subsets of X. അവിടെ തീർന്നു. മറ്റേടത്ത് എന്തായിരുന്നു? C be a collection of connected subsets of a space X such that no two members of C are mutually separated. ഇപ്പോഴത്തെ Cയിൽ ആ കണ്ടീഷൻ ഇല്ല. കളക്ഷൻ ഓഫ് കണക്റ്റഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ് മാത്രമാണ്, നോ ടു മെമ്പേഴ്സ് ഓഫ് സി ആർ മ്യൂച്വലി സെപ്പറേറ്റഡ് എന്നുള്ള കണക്ഷൻ ഇല്ല. അതും കൂടെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ തീരത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? യൂണിയൻ ഓഫ് ദാറ്റ് മെമ്പേഴ്സ് ഈസ് കണക്റ്റഡ്. ഇപ്പോൾ സിയിലെ മെമ്പേഴ്സ് കണക്റ്റഡ് ആണ് എന്നല്ല നമ്മൾ പറയാൻ പോകുന്നത്. നോ ടു മെമ്പേഴ്സ് ഓഫ് സി ആർ മ്യൂച്വലി സെപ്പറേറ്റഡ് എന്നുള്ളതിന് പകരം നമ്മൾ പുതിയൊരു കാര്യം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതൊരു പുതിയൊരു സെറ്റാണ്. സപ്പോസ് കെ ഈസ് എ ക്യാപിറ്റൽ കെ, നോട്ട് എക്സ്. എക്സ് പോലെ തെറ്റിദ്ധരിക്കും എന്തോ. സപ്പോസ് ക്യാപിറ്റൽ കെ ഈസ് എ കണക്റ്റഡ് സബ്സെറ്റ് ഓഫ് എക്സ്, നോട്ട് നെസസറിലി എ മെമ്പർ ഓഫ് സി. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഈ കളക്ഷൻ ഇല്ലേ, അതിലെ മെമ്പർ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇതിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ കെ സിയിലെ ഏത് മെമ്പറായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്താലും ഇൻ്റർസെക്ഷനിൽ ആളുണ്ട്. സി ഇൻ്റർസെക്ഷൻ കെ നോട്ട് ഈക്വൽ ടു 5 ഫോർ ഓൾ സി എലമെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റ് സി. ഇത് സ്ക്രിപ്റ്റ് സിയിലൊരു മെമ്പർ ആവാം, കെ മെമ്പർ ആവാതിരിക്കാം. ദെൻ മുമ്പ് പറഞ്ഞ പോലെ യൂണിയൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് സ്ക്രിപ്റ്റ് സി അല്ല, യൂണിയൻ സി എലമെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റ് സി സി യൂണിയൻ കെ എഴുതിയിരിക്കുന്നത് ശരിക്കും യൂണിയൻ സി എലമെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റ് സി സി യൂണിയൻ കെ എന്ന് എഴുതിയിരിക്കുന്ന ഈ സെറ്റിനെ ഇങ്ങനെയും എഴുതാം, യൂണിയൻ ഓഫ് സി യൂണിയൻ കെ എന്നും എഴുതാം. ഓരോ സി യൂണിയൻ കെയിലും സെയിം സി റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം യൂണിയൻ സി അല്ല, സെയിം കെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കെ പലതവണ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും അതിനെ എഴുതാം. ഇങ്ങനെ എഴുതിയാലാണ് ഇത് രണ്ടും സെയിം ആണ്, ആ സെറ്റ് കണക്റ്റഡ് ആണ് എന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്ക്രിപ്റ്റ് സിയിലെ മെമ്പേഴ്സിനെ ഇങ്ങനെ വരയ്ക്കാം. ഇതൊക്കെ സ്ക്രിപ്റ്റ് സിയിലെ മെമ്പേഴ്സാണ്. ഓരോന്നും ഓരോ വരയായിട്ട് അതൊന്ന് ഇതൊക്കെ കണക്റ്റഡ് ആണ്. രണ്ട് മെമ്പേഴ്സ് എടുത്താൽ നോ ടു മെമ്പേഴ്സ് ആർ മ്യൂച്വലി സെപ്പറേറ്റഡ് എന്നുള്ള കണ്ടീഷൻ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇത് സെപ്പറേറ്റഡ്, ഏത് രണ്ട് മെമ്പേഴ്സ് എടുത്താലും സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സ്ക്രിപ്റ്റ് സിയിലെ മെമ്പേഴ്സ് എന്ന് വിചാരിക്കുക. ഇനി പുതിയൊരാൾ ഇതിലെ മെമ്പർ ആവണമെന്നില്ല, ചിലപ്പോൾ ഇതിലെ ആകാം. ഇതിലെ മെമ്പർ ആവണമെന്നില്ല, ഈ കെ ആണ് എന്ന് വിചാരിക്കുക. ഈ കെ ഇത് C1 ആണെങ്കിൽ C1 ഇൻ്റർസെക്ഷൻ കെയിൽ ഈ പോയിൻ്റ് ഉണ്ട്. ഇത് C2 ആണെങ്കിൽ C2 ഇൻ്റർസെക്ഷൻ കെയിൽ ഈ പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഇത് CN എന്ന് ഞാൻ വെറുതെ പേര് വിളിക്കുകയാണ്. എത്ര പേര് വേണമെങ്കിലും ഈ കളക്ഷനിൽ ഉണ്ടാവാം. CN ഇൻ്റർസെക്ഷൻ കെയിൽ ഈ പോയിൻ്റും ഉണ്ട്. അപ്പോൾ C1 ഇൻ്റർസെക്ഷൻ കെ നോട്ട് ഈക്വൽ ടു 5 എക്സെട്ര CN ഇൻ്റർസെക്ഷൻ കെ, ഇങ്ങനെ CN തീരുമെന്ന് വിചാരിക്കരുത്, നോട്ട് ഈക്വൽ ടു 5. അപ്പോൾ ഇങ്ങനെ ഒരു കെ C1 C2 CNൽ പെടണമെന്നില്ല, CN വരെ ഉള്ളൂ എന്ന് വിചാരിക്കരുത്, എക്സെട്ര. ദിസ് ഇസ് എ കളക്ഷൻ സ്ക്രിപ്റ്റ് സി. അപ്പോൾ നോ ടു മെമ്പേഴ്സ് ഓഫ് സ്ക്രിപ്റ്റ് സി ആർ മ്യൂച്വലി സെപ്പറേറ്റഡ്, ആ കണ്ടീഷൻ ഇല്ല. പകരം നമുക്ക് വേറൊരു സെറ്റ് സ്ക്രിപ്റ്റ് സിയിൽ ഉൾപ്പെട്ടതാകാം അല്ലാത്തതാകാം ഒരു സെറ്റ് കെ ഉണ്ട്. ഈ സ്ക്രിപ്റ്റ് സിയിൽ C1 എടുത്താൽ C1 ഇൻ്റർസെക്ഷൻ കെ നോട്ട് ഈക്വൽ ടു 5, C2 എടുത്താൽ C2 ഇൻ്റർസെക്ഷൻ കെ നോട്ട് ഈക്വൽ ടു 5. ഇങ്ങനെയെല്ലാം വരയ്ക്കാവുന്നതാണെന്ന് വിചാരിക്കരുത്. ഞാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി ഒരു ഫിഗർ ഇങ്ങനെ വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ സികളുടെ യൂണിയൻ അല്ല പറയുന്നത്, C1 യൂണിയൻ കെ യൂണിയൻ C2 യൂണിയൻ. ഇവിടെ C1 യൂണിയൻ C2 യൂണിയൻ എക്സെട്ര യൂണിയൻ CN യൂണിയൻ. എണ്ണമെന്നല്ല, എണ്ണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. സിയിൽ എത്ര ഉണ്ടോ അവരുടെ എല്ലാ യൂണിയൻ. ഇനിയിപ്പോൾ എന്നാ ചെയ്തേ, സിയിലുള്ള ആൾക്കാരുടെ യൂണിയനും കെയുമായിട്ടുള്ള യൂണിയൻ. അപ്പോൾ അതിന് C1 യൂണിയൻ കെ യൂണിയൻ C1 യൂണിയൻ കെ, C1ഉം ഇതും കൂടെ വരും, ഈ വരെയും ഇതും കൂടെ വരും. C2 യൂണിയൻ കെ ഈ വരെ ഇതും കൂടെ വരും. C3 യൂണിയൻ കെ ഈ മൂന്നാമത്തെ വരെ ഇതും കൂടെ വരും. അപ്പോൾ കെ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യണം? C1 യൂണിയൻ C2 യൂണിയൻ എക്സെട്ര CN അവരുടെ യൂണിയൻ കെ കൊടുത്താൽ മതി. ഈ സെറ്റ് തന്നെയാണ് C1 യൂണിയൻ കെ. വേറെ വേറെ എഴുതിയ C1 യൂണിയൻ കെ യൂണിയൻ എക്സെട്ര CN യൂണിയൻ കെ. എണ്ണം ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഇതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതത്തില്ലേ, C1 യൂണിയൻ എക്സെട്ര യൂണിയൻ CN. കെ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്യുക, യൂണിയൻ കെ. ഇത് എണ്ണം ഉള്ളപ്പോൾ എഴുതാൻ, നമുക്കതല്ല എത്ര എണ്ണം വേണം ഉള്ളപ്പോഴും പറയണം. അപ്പോൾ യൂണിയൻ സി എലമെൻറ്റ് ഓഫ് സി യൂണിയൻ കെ ഔട്ട്സൈഡ്. അതിനെ
ഇങ്ങനെ എഴുതിയാൽ അത് യൂണിയൻ ഓഫ് സി യൂണിയൻ കെ ആണ്, സി എലമെൻ്റ് ഓഫ് സി. ഇത് രണ്ടും ഒരേ സെറ്റുകൾ തന്നെയാണ്. ഈ സെറ്റ് കണക്റ്റഡ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മറ്റേ അദ്ദേഹത്തിൻ്റെ കൊറോളറിയാണ്, വളരെ എളുപ്പമെന്ന് പറയാം. എങ്ങനെ പറയും? അവിടുത്തെ കളക്ഷനിലേക്ക് പോകണം. അത് സി അല്ല, ഏതാ? പുതിയൊരു കളക്ഷനാണ്. നോ ടു മെമ്പേഴ്സ് ആർ മ്യൂച്വലി ഓഫ് സി എന്നാണ് ഇവിടുത്തത്. പക്ഷെ ഇവിടെ സിയിലെ മെമ്പേഴ്സ് നോ ടു മെമ്പേഴ്സ് ആർ മ്യൂച്വലി സെപ്പറേറ്റഡ് എന്ന് പറയാൻ പാകത്തിനുള്ളതല്ല. നമുക്ക് പുതിയൊരു കളക്ഷൻ ഫോം ചെയ്യാം. ഇനി നിങ്ങൾ ഈ C1 യൂണിയൻ കെ എടുത്ത്, C2 യൂണിയൻ കെ എടുത്ത്, CN യൂണിയൻ കെ എടുത്ത്, C1 യൂണിയൻ കെ എടുക്കുമ്പോൾ കെ ഉണ്ട്, C2 യൂണിയൻ കെ എടുക്കുമ്പോൾ കെ ഉണ്ട്. അപ്പോൾ C1 യൂണിയൻ കെയും C2 യൂണിയൻ കെയും നമ്മൾ എടുക്കുമ്പോൾ അവർ സെപ്പറേറ്റഡ് ആവുമോ? ഇല്ല. ഇങ്ങനൊരു പാലം പോലെ, ഒരു കമ്പി പോലെ ഈ വരെയുണ്ട്. അപ്പോൾ C1 യൂണിയൻ കെയിലും C2 യൂണിയൻ കെയിലും കെയിലെ എലമെൻറ്റ്സ് സെയിം ആണ്. സോ നോ ടു മെമ്പേഴ്സ് ഓഫ് സി എന്ന് പറയത്തില്ല, നോ ടു മെമ്പേഴ്സ് ഓഫ് സി യൂണിയൻ കെ സച്ച് ദാറ്റ് സി എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റ് സി. ഇത് വേറൊരു കളക്ഷനാണ്. സ്ക്രിപ്റ്റ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സി യൂണിയൻ സ്ക്രിപ്റ്റ് സി, സി എലമെന്റ് ഓഫ് സി. അതിൻ്റെ കൂടെ സി യൂണിയൻ കെ ഇട്ട് 1 2 3 എന്നല്ല, എത്ര എണ്ണം വേണേലും ആകാം. സി യൂണിയൻ കെ ഇട്ട് നമ്മളൊരു പുതിയ ഫാമിലി ഫോം ചെയ്യുന്നു, സ്ക്രിപ്റ്റ് ഡി. Script D equal to collection of all D equal to C union K. D is formed by C element of script C. അപ്പോൾ D എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ വേറൊരു മഷിക്ക് ഇതിനെ എടുത്ത് വരച്ച് കാണിക്കാം. അപ്പോൾ അതിലെ ഒരു എലമെന്റ് ഇതാണ്, ഒരെണ്ണം ഇത്. അടുത്തത് വരയ്ക്കുമ്പോൾ വിലങ്ങനെയുള്ള വര ഉണ്ടാവും, മറ്റേത് മാറി അടുത്ത മെമ്പർ അതാണ്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഈ കെയിലെ മെമ്പേഴ്സ് ഉണ്ട്. നോ ടു മെമ്പേഴ്സ് ആർ മ്യൂച്വലി സെപ്പറേറ്റഡ്. നോ ടു മെമ്പേഴ്സ് ഓഫ് സി അല്ല, നോ ടു മെമ്പേഴ്സ് ഓഫ് ഡി ആകുമ്പോൾ ഇതുപോലൊരു പാലം ഇതിനിടയ്ക്ക് വന്നു. നോ ടു മെമ്പേഴ്സ് ഓഫ് ഡി ഈസ് വി സെലക്ട് ഈച്ച് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഗിവൺ ഫാമിലി സ്ക്രിപ്റ്റ് സി ആൻഡ് ടേക്ക് ഇറ്റ്സ് യൂണിയൻ വിത്ത് ദ ഗിവൺ സെറ്റ് കെ. ദെൻ സി ഇന്റർസെക്ഷൻ കെ കാണുന്നില്ല. സി ഇന്റർസെക്ഷൻ കെ നോട്ട് ഈക്വൽ ടു 5 means the collection C union K, C connected, K connected, C union K is a collection of connected subsets of X such that no two members of ഇതിനെ D എന്ന് വിളിച്ചാൽ D are mutually separated. അപ്പോൾ ഡിയിലെ മെമ്പേഴ്സിൻ്റെ കഴിഞ്ഞ തീരത്തിൻ്റെ കണ്ടീഷൻ സിക്കല്ല ഡിക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു. സിയിലെ എലമെൻറ്റ്സ് വിലങ്ങനെയുള്ള വരെയാണ്. പക്ഷെ ഇപ്പോൾ ഡിയിലെ എലമെൻറ്റ്സ് ആരാ? വിലങ്ങനെയുള്ള ഓരോ വരയുടെയും കൂടെ ഈ അല്ല വെർട്ടിക്കൽ ലൈൻസിൻ്റെ കൂടെ ഈ ഹൊറിസോണ്ടൽ ലൈനും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ കളക്ഷൻ നോ ടു മെമ്പേഴ്സ് ആർ മ്യൂച്വലി സെപ്പറേറ്റഡ് എന്നുള്ള കണ്ടീഷനും കൂടെ പാലിക്കുന്നു. അതുകൊണ്ട് അവരുടെ യൂണിയൻ സിക്ക് ആ കണ്ടീഷൻ ഉള്ളപ്പോൾ സിയുടെ യൂണിയൻ, ഡിക്ക് ആ കണ്ടീഷൻ ഉള്ളപ്പോൾ ഡിയുടെ യൂണിയൻ, യൂണിയൻ ഡി എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റ് ഡി ഡി ഈസ് കണക്റ്റഡ്. പക്ഷെ അവരോട് ഈവൻ ആ സിയിൽ നിന്ന് കെയും കൂടെ കൂട്ടി ഫോം ചെയ്തതാ യൂണിയൻ ഡി ഈക്വൽ ടു സി യൂണിയൻ കെ. അതെങ്ങനെ ഉണ്ടായേ? സി എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റ് സി ഓരോന്നും എടുത്തിട്ടുണ്ടായതാണ്. ഇത് കണക്റ്റഡ് ആണ് എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഏതാ? ഇതിൻ്റെ അർത്ഥം എന്നാ? യൂണിയൻ ഓഫ് കെക്ക് മാറ്റമില്ല. സി എലമെന്റ് ഓഫ് സ്ക്രിപ്റ്റ് സി സി, കെക്ക് മാറ്റമില്ലെങ്കിൽ ഒരു തവണ കെ ഉപയോഗിച്ചാൽ മതി. യൂണിയൻ കെ, അതാണ് നമ്മുടെ ഈ സെറ്റ്. ഈ സെറ്റ് കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത തിയറം 15 ബേസ് ചെയ്താണ് തിയറം 16 പ്രൂഫ്. തിയറം 16 ഒരു ചെറിയ ഫാമിലിക്ക് നോ ടു മെമ്പേഴ്സ് ആർ മ്യൂച്വലി സെപ്പറേറ്റഡ് എന്നുള്ള കണ്ടീഷൻ വരുത്താൻ വേണ്ടി ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ കൊടുത്തതാണ് നിങ്ങളുടെ കൊറോളറി. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു കൊറോളറി എന്ന് പറയാം. അതാണ് തിയറം 17. ഞാൻ ഈ വരച്ച് കാണിച്ചിട്ടുള്ള ഫിഗർ ഉണ്ടല്ലോ, അപ്പോൾ അത് എക്സാക്റ്റായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു എക്സാമ്പിളാണ് എന്ന് പറയാം. തിയറം 17 നമ്മൾ കാണുന്നത് അതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും, ക്ലിയർ ആയിട്ടുണ്ടാവും. ഇത് കേട്ടപ്പോൾ എന്തായാലും തിയറം 17 വഴിയുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. തിയറം 17 പ്രൂഫ് നമുക്ക് പറയാം. അടുത്ത വീഡിയോയിൽ അത് കാണാം. ഓക്കെ, താങ്ക് യു.